ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മണ്ണുത്തിയിൽ 75 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികളെ തിരിച്ചറിഞ്ഞതായി സൂചന. SG കോഫി ടൈംസ് പുനരാരംഭിച്ച് സുരേഷ് ഗോപി. വിവാദ പ്രജാപ്രയോഗം വിടാതെയും രാഷ്ട്രീയ പ്രതിയോഗികളെ കടന്നാക്രമിച്ചും പ്രതികരണങ്ങൾ. കോർപ്പറേഷൻ ഭരണത്തിനെതിരെ രൂക്ഷ വിമർശനം. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നാളെ നാടിന് സമർപ്പിക്കും. 10 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചത് BMBC നിലവാരത്തിൽ. വടക്കൻ കേരളത്തിലേക്കുള്ള യാത്ര സുഗമമാക്കും. പാലപ്പള്ളി കുണ്ടായിൽ പുലി ആക്രമണത്തിൽ പശു ചത്തു. 1 മാസത്തിനിടെ 4ാം തവണയാണ് പ്രദേശത്ത് പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. കൊയ്യ 3 മുറിയിൽ 1/2 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിൽ. പിടിയിലായത് വിൽപ്പന സംഘത്തിലെ കണ്ണിയെന്ന് എക്സൈസ്. ചാവക്കാട് കടപ്പുറം അഴിമുഖത്ത് വഞ്ചിയിൽ നിന്ന് കുഴഞ്ഞു കടലിൽ വീണ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തളിക്കുളം സ്നേഹതീരം സ്വദേശി ശിവനെയാണ് കാണാതായത്. വാർത്തകൾ വിശദമായി. മണ്ണുത്തിയിൽ 75 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായി സൂചന. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെ പുലർച്ചെയാണ് മണ്ണുത്തിയിൽ വൻ കവർച്ച നടന്നത്. ബസ് വിറ്റ് ലഭിച്ച 75 ലക്ഷം രൂപയുമായി ബാംഗ്ലൂരിൽ നിന്ന് മണ്ണുത്തിയിലെത്തിയ എടപ്പാൾ സ്വദേശി മുബാറക്കാണ് കവർച്ചക്കിരയായത്. കാറിൽ വന്ന 3 പേർ പണം തട്ടിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. SG കോഫി ടൈംസുമായി തൃശൂരിൽ സജീവമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വിവാദ പ്രജാപ്രയോഗം വിടാതെയും രാഷ്ട്രീയ പ്രതിയോഗികളെ കടന്നാക്രമിച്ചും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുമായിരുന്നു സുരേഷ് ഗോപിയുടെ കോഫി ടൈംസ്. കലുങ്ക് സൗഹൃദ സംവാദ സദസ്സ് ഇടപെടലുകളേക്കാൾ കൂടുതൽ പാർട്ടിക്കുള്ളിൽ പോലും വിവാദങ്ങൾ സൃഷ്ടിച്ച സാഹചര്യത്തിൽ പഴയ SG കോഫി ടൈംസിലേക്ക് പേരുമാറ്റിയാണ് സുരേഷ് ഗോപി മണ്ഡലത്തിൽ ജനകീയ സംസാര പരിപാടിയുമായി സജീവമാകുന്നത്. രാഷ്ട്രീയ ലക്ഷ്യമല്ല പരിപാടിയുടെ അജണ്ടയെന്ന് പറയുമ്പോഴും ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നത് തന്നെയായി പരിപാടിയിൽ സജീവ ചർച്ച. തൃശൂർ ഉദയനഗറിൽ നടന്ന പരിപാടിയിൽ ജനങ്ങൾ ഉന്നയിക്കപ്പെട്ട ഭൂരിഭാഗം വിഷയങ്ങളിലും ഇതെല്ലാം സംസ്ഥാനത്തിന്റെ ചുമതലയാണെന്നായിരുന്നു മറുപടി. എങ്കിലും നിർധനരായ ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ഒരു സെന്റർ, കേന്ദ്ര നിരാമയ പദ്ധതിയുടെ ഫണ്ട് കിട്ടുന്നില്ല, ജനൌഷധി സ്റ്റോറുകളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം, തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപത്തെ മുളങ്ങുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് വേണം എന്നീ ആവശ്യങ്ങൾക്ക് കേന്ദ്രത്തെ ധരിപ്പിച്ച് നടപടിക്ക് ശ്രമിക്കാമെന്നായിരുന്നു മറുപടി. അതിനൊക്കെ സംവിധാനം വരേണ്ടതാണ്. അത് സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എന്നാലും കേന്ദ്രത്തിലും നമുക്കൊരു സോഷ്യൽ കൺസേൺസിനുള്ള ഒരു മിനിസ്ട്രി ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഇത് സൂചിപ്പിക്കാം. ട്രാക്സ് കൂടാതെ നമുക്കത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും ഒരു ട്രെയിനെങ്കിലും അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ട്രെയിൻ, തുളങ്ങുന്നത്തുകാവ് സ്റ്റേഷൻ മാത്രമല്ല, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് അങ്ങനെ ഒരു ട്രെയിൻ സ്റ്റോപ്പേജ് സാധ്യമാകും നോക്കാം. വെള്ളക്കെട്ട് വിഷയത്തിൽ വിദഗ്ധ സംഘത്തിന്റെ പഠന റിപ്പോർട്ട് ദിശയിലടക്കം നൽകിയെങ്കിലും എല്ലാവരും വെച്ചൊഴിയുന്നതിനാൽ ഇതുവരെയും നടപടിയായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ കാനകളിലൂടെ സെപ്റ്റിക് മാലിന്യം അടക്കമുള്ള മലിനജലം ഒഴുക്കുന്നുണ്ടെന്ന വിഷയത്തിൽ കളക്ടറെ നേരിട്ട് വിളിച്ച് നടപടിക്ക് നിർദ്ദേശം നൽകി. BJP കൗൺസിലർമാർ ഉന്നയിക്കുന്ന ജനകീയ ആവശ്യങ്ങൾ തഴയുന്ന കോർപ്പറേഷൻ മനോഭാവത്തോട് അതിരൂക്ഷമായിട്ടായിരുന്നു പ്രതികരണം. വ്യക്തികൾ വളരെ കുറവാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സഹപ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സഹപ്രവർത്തനത്തെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതിനാണ് നിങ്ങൾക്ക് ഈ ചൂണ്ടുവരൽ തന്നിട്ടുള്ളത്. ചൂണ്ടി സംസാരിക്കാൻ മാത്രമല്ല, ചൂണ്ടുവരൽ അമർത്തി പാഠം പഠിപ്പിക്കാനും കൂടിയാണ് നിങ്ങൾ ചെയ്തിരിക്കണം. അതുപോലെ ഇപ്പൊ പുതുക്കി വന്ന ലിസ്റ്റ് അനുസരിച്ച് 56 ഡിവിഷനുകളാണ്. അതിൽ 30 തന്നേക്കും ഞങ്ങളുടെ വേറെ ഉണ്ട്. എനിക്ക് പിന്നെ അവശേഷിക്കുന്ന 3.5 വർഷം കൊണ്ട് തീർച്ചയായിട്ടും ആഞ്ഞു പിടിച്ച്
നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരു 30% സാധിച്ചത്. താൻ കോർപ്പറേഷന് മുന്നിൽ കുത്തിയിരിക്കുമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് 1 വർഷം മുൻപ് MP ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾക്ക് ഇപ്പോൾ കോർപ്പറേഷൻ അനുമതി നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ പ്രജാപരാമർശത്തെ വിവാദമാക്കുന്നത് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം കർഷകരുടെ വിഷയത്തിൽ ജീവിത സമരമാണ് നടത്തേണ്ടതെന്നും ജീവിതം മുടക്കാനുള്ള സമരമാകരുത്, അത് നടത്താൻ പ്രജയ്ക്ക് മാത്രമേ അവകാശമുള്ളൂവെന്നും കൂട്ടിച്ചേർത്തു. TCV തൃശൂർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്ത SG കോഫി ടൈം അയ്യന്തോൾ സിവിൽ സ്റ്റേഷന് മുന്നിലെ പാർക്കിൽ സംഘടിപ്പിച്ചു. BJP അയ്യന്തോൾ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. എയിംസ് ആലപ്പുഴയിൽ തന്നെ വേണമെന്ന് പുതൂർക്കരയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സുരേഷ് ഗോപി ആവർത്തിച്ചു. ഞാൻ 2019 അന്ന് ഞാൻ ജയിച്ചില്ല, പക്ഷെ എങ്കിലും അന്ന് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഇന്ന് കുറവായിട്ട് എല്ലാ പരിണിത പ്രജ്ഞരായ രാഷ്ട്രീയക്കാരും ഇപ്പൊ പറയുന്നു. ശ്രീ VD സതീശൻ അടക്കം പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തിനാണ് ലണ്ടനിൽ പോകുന്നത്? ഇവിടെ അവസ്ഥ ഇല്ലാത്തത് കൊണ്ടല്ലേ? എല്ലാത്തിലും കുമ്പാരികളുടെ മാത്രമല്ല, ഈ ബ്ലാക്ക് സ്മിത്ത്, ഗോൾഡ് സ്മിത്ത്, മെറ്റൽസ് എല്ലാം കൈകാര്യം ചെയ്യുന്ന വിഭാഗങ്ങൾ. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നാളെ നാടിന് സമർപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് പന്നിത്തടം സെന്ററിൽ നടക്കുന്ന ചടങ്ങ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മനോഹരമായ ബൈപ്പാസ് റോഡുകളിലൊന്നാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ്. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് റോഡെന്ന ഖ്യാതിയും ഈ റോഡിന്. അക്കിക്കാവിൽ നിന്ന് കേച്ചേരി വരെ ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിൽ BMBC നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം. 12 മീറ്റർ വീതിയുള്ള റോഡിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത് കിഫ്ബിയാണ്. പല ഭാഗങ്ങളിലും പച്ചപ്പണിഞ്ഞ പാടശേഖരങ്ങളിലൂടെ കടന്നുപോകുന്നുവെന്നതാണ് റോഡിന്റെ പ്രത്യേകത. റോഡിലെ ദൃശ്യഭംഗി ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എയ്യാൽ കൂമ്പുഴ പാടശേഖരത്തിലാണ്. ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിൽ പാടശേഖരത്തിന് നടുവിലൂടെ നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡ് യാത്രക്കാർക്ക് മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. നാട്ടുകാർക്കും യാത്രക്കാർക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിന് കൈവരിയോടുകൂടിയ നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട്. വയലിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യയായ ജിയോസെൽ ജിയോ ടെക്സ്റ്റൈൽ സംവിധാനം വിരിച്ച് സബ്ഗ്രേഡ് ബലപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി പന്നിത്തടം സെന്റർ വികസനവും നടത്തി. ഇതിനു പുറമെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പന്നിത്തടം ജംഗ്ഷനിൽ 19 ലക്ഷം രൂപ ചെലവഴിച്ച് കെൽട്രോണിന്റെ നേതൃത്വത്തിൽ സോളാർ പവേഡ് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സംവിധാനവും സ്ഥാപിച്ചു. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് യെല്ലോ ബോക്സ് മാർക്കിംഗും നടത്തിയിട്ടുണ്ട്. AC മൊയ്തീൻ MLA നേതൃത്വത്തിൽ പുറമ്പോക്ക് ഭൂമികൾ ഒഴിപ്പിച്ചെടുത്തും സ്വകാര്യ ഭൂമികൾ ഏറ്റെടുത്തുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. 54,61 ലക്ഷം രൂപയാണ് ബൈപ്പാസ് റോഡ് നിർമ്മാണ പദ്ധതിക്ക് ചെലവഴിച്ചത്. AC മൊയ്തീൻ MLA വികസന നേട്ടങ്ങളുടെ പട്ടികയിൽ പ്രത്യേകം എടുത്തു കാണിക്കാവുന്ന ഒരു പദ്ധതിയാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ്. കൂമ്പുഴ പാടശേഖരത്തിൽ യാത്രക്കാർക്ക് മാനസികോല്ലാസത്തിന് വേണ്ടി മനോഹരമായ പാർക്ക് നിർമ്മിക്കാനും പദ്ധതി ലക്ഷ്യമിട്ടിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. പാലപ്പള്ളി കുണ്ടായിൽ പുലി ആക്രമണത്തിൽ പശു ചത്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പശുവിനെയാണ് പുലി ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പശുവിന്റെ മാംസം പുലി ഭക്ഷിച്ച നിലയിലാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡിയിലാണ് പുലി ഇറങ്ങിയത്. പാലപ്പള്ളിയിൽ നിന്ന് വനപാലകരെത്തി പരിശോധന നടത്തി. 1 മാസത്തിനിടെ 4ാം തവണയാണ് ഈ പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. ഷീല ശിവരാമന്റെ പശുവിനെ മുൻപും പുലി ആക്രമിച്ചിരുന്നു. പുലിയുടെ ആക്രമണം പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മേഖലയിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊയ്യ 3 മുറിയിൽ 510 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ മാള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. 3 മുറി സ്വദേശി കൈപ്പോത്ത് വീട്ടിൽ രജീഷ് കുമാറിനെയാണ് മാള എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ KD മാത്യു അറസ്റ്റ് ചെയ്തത്. ഇയാൾ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു കേസിൽ വലിയപറമ്പ് സ്വദേശി പോട്ടക്കാരൻ രോഹിത്തിനെ 5 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചാവക്കാട് കടപ്പുറം അഴിമുഖത്ത് വഞ്ചിയിൽ നിന്ന് കുഴഞ്ഞ് കടലിൽ വീണ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തളിക്കുളം സ്നേഹതീരം സ്വദേശി ഇഷ്താക്കിരി വീട്ടിൽ ശിവനെയാണ് കാണാതായത്. ഇന്ന് രാവിലെ 8 മണിക്ക് മുനക്കിക്കടവ് അഴിമുഖത്ത് വെച്ചായിരുന്നു സംഭവം. എഞ്ചിൻ ഓടിച്ചിരുന്ന ശിവൻ കുഴഞ്ഞ് കടലിൽ വീഴുകയായിരുന്നു. ഉടൻ തന്നെ വഞ്ചിയിലുണ്ടായിരുന്ന മറ്റ് തൊഴിലാളികൾ കോസ്റ്റൽ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് കോസ്റ്റൽ പോലീസ്, ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് എന്നിവർ ചേർന്ന് തെരച്ചിൽ നടത്തി. തളിക്കുളം സ്വദേശി നന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള ഗുരുവായൂരപ്പൻ വഞ്ചിയിൽ നിന്നാണ് ഇയാൾ കടലിലേക്ക് വീണത്. തിരച്ചിൽ പുരോഗമിക്കുന്നതായി ഫിഷറീസ്
ഇഷൻഷൻ ഓഫീസർ രേഷ്മ ആർ നായർ പറഞ്ഞു. ഒരു 8 മണിയോടുകൂടി ഗുരുവായൂരപ്പൻ എന്ന പേരുള്ളൊരു വള്ളത്തിൽ നിന്നും ശിവൻ എന്ന് പറഞ്ഞ ഒരാളെ കാണാതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫിഷറീസ് വകുപ്പും മെറൈൻ എൻഫോഴ്സ്മെൻറ്റും സംയുക്തമായിട്ട് കടലിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലത്ത് മുതൽ നമ്മൾ ഇവിടെ സജീവമായിട്ട് തെരച്ചിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ കോസ്റ്റൽ പോലീസും അവരുടെ ബോട്ടും എല്ലാവരും തന്നെ ഈ ഒരു അഴിമുഖം ഭാഗം കേന്ദ്രീകരിച്ചും കടലിലുമായിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. തൃശൂർ കുന്നത്തുമന ലൈനിൽ ഫ്ളാറ്റിൽ അഗ്നിബാധ. മുകുന്ദം ഹെറിറ്റേജ് ഫ്ളാറ്റിലാണ് അഗ്നിബാധ. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കയ്പമംഗലം പനമ്പിക്കുന്നിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കാറിലിടിച്ച ശേഷം റോഡിലേക്ക് തെറിച്ചുവീണ ബൈക്ക് യാത്രികന്റെ ദേഹത്ത് ടോറസ് ലോറി കയറിയായിരുന്നു അപകടം. കയ്പമംഗലം സ്വദേശി മാമ്പറമ്പത്ത് 27 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11:30 കയ്പമംഗലം പനമ്പിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസിനടുത്തായിരുന്നു അപകടം. ദേശീയപാത കൊടകരയിൽ ബൈക്കിൽ കാർ ഇടിച്ച് യുവാവിന് പരിക്ക്. രാവിലെ അഴകം വഴിക്ക് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള യാത്രയിലായിരുന്നു ഇരുവാഹനങ്ങളും. ഇടിച്ച കാർ നിർത്താതെ പോയി. ₹1 കോടി ചെലവഴിച്ച് തെക്കുംകര പഞ്ചായത്ത് നവീകരിച്ച കരുമത്ര താമരക്കുളം മാസങ്ങൾക്കുള്ളിൽ തകർന്ന തരിപ്പണമായി. ഗുണനിലവാരം ഒട്ടുമില്ലാത്ത അസംസ്കൃത വസ്തുക്കളും അശാസ്ത്രീയ നിർമ്മാണവും അഴിമതിയുമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. മുൻപ് അഴിമതി ചൂണ്ടിക്കാണിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ആരോപിച്ചു. മുടക്കിയ ₹1 കോടി കരാറുകാരനിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും തിരിച്ചു പിടിക്കണമെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മനക്കൊടി വാരിയം കോൾപ്പടവിലേക്ക് സമാന്തരമായി ഒഴുകുന്ന ഇറിഗേഷൻ മെയിൻ കനാലിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകി കൃഷിനാശമുണ്ടാകുമെന്ന ആശങ്കയിൽ കർഷകർ. കൃഷി ഇറക്കുന്നതിനായി സമീപ പാടശേഖരങ്ങളിലെ വെള്ളം ഇറിഗേഷൻ കനാലിലേക്ക് പമ്പ് ചെയ്തതോടെ കനാൽ നിറഞ്ഞു കവിയാറായ സ്ഥിതിയിലാണ്. മഴ കനത്താൽ വെള്ളം കവിഞ്ഞൊഴുകി വാരിയം പടവിലെ 117 ഏക്കർ കൃഷി നശിക്കുമെന്ന ഭീതിയിലാണ് കർഷകർ. അപ്പോൾ ഇത് റോഡ് ഉയർത്തുക മാത്രമേ ഇതിനൊരു പരിഹാരമാർഗമായിട്ടുള്ളൂ. അതിന് പഞ്ചായത്ത് തലത്തിലെ രാകേഷും ബാക്കിയുള്ളവരൊക്കെ വളരെയധികം പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കത് ഉയർത്തി കിട്ടുമെന്നുള്ളൊരു പരിപാടിയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് താൽക്കാലികം ഒരു 4 വർഷത്തോളമായി ഈ വെള്ളം ഇങ്ങനെ തുടർച്ചയായിട്ട് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷവും ഇറിഗേഷൻ കനാലിൽ നിന്ന് വെള്ളം മനക്കൊടി പുള്ള് PWD റോഡ് കവിഞ്ഞ് വാരിയം കോൾപ്പടവിലേക്കൊഴുകി കൃഷി നശിച്ചിരുന്നു. ഇത് മുൻകൂട്ടി കണ്ട് കൃഷി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കർഷകർ ചേർന്ന് ചാക്കിൽ മണ്ണ് നിറച്ച് റോഡിനും ഇറിഗേഷൻ കനാലിനും ഇടയിലായി നിരത്തിയിട്ടുണ്ടെങ്കിലും ഇറിഗേഷൻ കനാലിലെ ഉയർന്ന ജലനിരപ്പ് ബണ്ട് പൊട്ടാനോ കവിയാനോ ഇടയാക്കുമെന്ന അവസ്ഥയിലാണ്. മഴ കനത്താൽ മണ്ണ് നിറച്ച ചാക്കുകൾ തള്ളിപ്പോകാനും സാധ്യതയേറെയാണ്. ഈ പാടശേഖരം ആഗസ്റ്റ് മാസത്തിൽ കൃഷി ഇറക്കേണ്ട ഒരു സമയത്താണ്. ആഗസ്റ്റ് മാസത്തിലാണ് കൃഷി ഇറക്കാറ്. പക്ഷേ നമുക്കറിയാം, ശക്തമായ കാലവർഷത്തിൻ്റെ ഭാഗമായി തൊട്ടപ്പുറത്തുള്ള ഇറിഗേഷൻ ചാലിൽ നിന്ന് PWD റോഡ് കവിഞ്ഞ് വെള്ളം ഈ പാടശേഖരത്തിൽ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ നടിയിലും കാര്യങ്ങളൊക്കെ നീണ്ടുപോയി. 2 മാസത്തോളം നീണ്ടുപോയി. എല്ലാ പാടശേഖരങ്ങളിൽ നിന്നും ഒരേ സമയം കൃഷിക്കായി വെള്ളം പമ്പ് ചെയ്ത് ഇറിഗേഷൻ കനാലിലേക്ക് കയറ്റിയതും ഏനമാവ് റെഗുലേറ്ററിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നതുമാണ് വാരിയം പടവിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. മനക്കുടി പുള്ളു റോഡിന്റെ താഴ്ന്ന ഭാഗം ഉയർത്തി പുനർനിർമ്മിക്കുക മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമെന്ന് കർഷകർ പറയുന്നു. TCV തൃശൂർ. ഇടവേള. Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband and innovative smart solutions on November 6, 7, 8, 2025 at Rajiv Gandhi Inter Stadium, Kadavantara, Kochi, Kerala. Product presentations, technical classes, broadcast meet and many more exciting sessions. Mega Cable Fest. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം. ഭാരവാഹനങ്ങൾ കടത്തിവിടില്ല. കുമ്മാട്ടിയിൽ കലുങ്ക് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് നടപടി. KSRTCയുടെ വിനോദസഞ്ചാര ബസ്സുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലം ബലപ്പെടുത്താൻ നടപടികൾ ആരംഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. തൃശൂരിൽ സംസ്ഥാനതല ബദിര ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കേരള ബദിര സ്പോർട്സ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജോവൻ ഇ ജോയ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നായി 136 പേർ പങ്കെടുത്തു. കേരള യുക്തിവാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പവനൻ ജന്മശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഗംഗൻ അഴീക്കോട് അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി KP രാജേന്ദ്രൻ, ധർമ്മരാജൻ അടാട്ട്, ഡോക്ടർ PV കൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. യുക്തിവാദ പ്രസ്ഥാനത്തിലൂടെ ശ്രീ പവനന്റേതാണ്. അദ്ദേഹത്തിന്റെ മകളായ ശ്രീ കുറ്റിപ്പുഴ കൃഷ്ണപ്രസാദിനെ പോലെ സഹോദരയ്യപ്പൻ. ചാവക്കാട് നഗരസഭാ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 5,50 ലക്ഷം രൂപയ്ക്ക് പുതുക്കിയ ഭരണാനുമതിയായി. കെട്ടിട നിർമ്മാണം ഉടൻ തുടങ്ങും. മിനി സിവിൽ സ്റ്റേഷന് എതിർവശത്താണ് നഗരസഭയ്ക്ക് പുതിയ ഓഫീസ് കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത്. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് UR പ്രദീപ് MLA അറിയിച്ചു. ഉദ്യോഗസ്ഥരോടൊപ്പം നിർമ്മാണ സ്ഥലത്തെത്തിയ MLA പ്രവർത്തന പുരോഗതി വിലയിരുത്തി. 33.14 കോടി രൂപ ചെലവഴിച്ചാണ് ഗായത്രി പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുന്നത്. കോടാലി മുരിക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മനക്കൽ പ്രസാദ് നമ്പൂതിരിക്ക് സ്വീകരണം നൽകി. ക്ഷേത്രം തന്ത്രി കുഴിയേലി നഗർമണ്ണ മനക്കൽ നീലകണ്ഠൻ നമ്പൂതിരി പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് സുമേഷ് മണ്ണാമ്പറമ്പിൽ, സെക്രട്ടറി രഞ്ജിത്ത് കുമുള്ളി, ഖജാൻജി കൃഷ്ണപ്രസാദ് അല്ലിയാലങ്കൽ, പഞ്ചായത്തംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ നയിക്കുന്ന വികസന സന്ദേശയാത്ര KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ പാറത്തൊടി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി P സുലൈമാൻ, ജാഥ മാനേജർ M അയ്യാവു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരന്റെ നേതൃത്വത്തിൽ വികസന സന്ദേശയാത്ര നടത്തി. കുമ്പളക്കോട് സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് PC മനോജ്, എളനാട് മണ്ഡലം പ്രസിഡന്റ് C ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. വികസനത്തിന്റെ അനിവാര്യതയ്ക്ക് മുന്നിൽ മുത്തശ്ശിമാവ് വഴിമാറിക്കൊടുത്തപ്പോൾ നാട്ടുകാരുടെ മനസ്സിൽ അവശേഷിച്ചത് മധുരവും നൊമ്പരവും ഉണർത്തുന്ന ഓർമ്മകൾ. വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡരികിൽ വളർന്നു നിന്നിരുന്ന മാവിന് 120 വർഷത്തെ പഴക്കമുണ്ടെന്ന് പ്രദേശത്തെ മുതിർന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. തലച്ചുമടുമായി നാട്ടുവഴി താണ്ടിയിരുന്ന പൂർവികരുൾപ്പെടെ തലമുറകൾക്ക് തണലൊരുക്കിയ മുത്തശ്ശി മാവാണ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുറിച്ചു നീക്കപ്പെട്ടത്. വെള്ളിക്കുളങ്ങരയുടെ വളർച്ചയ്ക്കും വികാസത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ മുത്തശ്ശി മാവ് ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്കും മൂകസാക്ഷിയായിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ചാലക്കുടിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് നിർമ്മിക്കപ്പെട്ട കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ശില്പികളെയും ട്രാംവേയുടെ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും കണ്ടു വളർന്നവളായിരുന്നു മരമുത്തശ്ശി. വെള്ളിക്കുളങ്ങര വനമേഖലയിൽ സ്ഥാപിതമായ രാമവർമ്മ തേക്കു പ്ലാന്റേഷനിലേക്കും കൂപ്പുകളിലേക്കും തൊഴിലാളികൾ കൂട്ടത്തോടെ പോയിരുന്ന ഒരു കാലത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മാവിന്റെ ഉദ്ദേശം 125 വർഷത്തിന് കൂടുതലായി കാണും. നല്ല ഒരു മാവ് ഇക്കാലത്ത് കേരളത്തിൽ ഉണ്ടാവില്ല. അതിന്റെ മാങ്ങ കടുമാങ്ങയായിട്ട് ഉപയോഗിക്കാൻ പലരും വന്ന് കൊണ്ടുപോകാറുണ്ട്. ഇത്തരം മാവുകൾ ഇനിയും ഉണ്ടാകട്ടെ കേരളത്തിലും വെള്ളിക്കുളങ്ങരയിലും.
ആദ്യം നശിപ്പിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായത് റോഡ് മലയോര ഹൈവേ വന്നതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ഇന്നും ആ മാവ് അവിടെ സ്ഥിതി ചെയ്താണ്. വെള്ളിക്കുളങ്ങരയിലെ മാതാ ടാക്കി സ്ഥിതി ചെയ്തിരുന്നത് ഈ മാവിന് തൊട്ടടുത്തായിരുന്നു. വെള്ളിക്കുളങ്ങരക്കാർ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾക്കും ഈ മാവ് സാക്ഷിയായി. ട്രേഡ് യൂണിയനുകൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ നാട് കലുഷിതമായപ്പോൾ സ്ഫോടന ശബ്ദങ്ങൾക്കും മുറിവേറ്റവരുടെ ആർത്തനാദത്തിനും ചെവി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. മുറിച്ചു നീക്കപ്പെട്ടെങ്കിലും വെള്ളിക്കുളങ്ങരയിലെ പ്രസന്റേഷൻ ഹൈസ്കൂളിലേക്കും സർക്കാർ UP സ്കൂളിലേക്കും പല കാലഘട്ടങ്ങളിലായി നടന്നുപോയി വന്നവരുടെ മനസ്സിൽ ഈ മുത്തശ്ശിമാവ് എന്നും മധുരമുള്ള ഓർമ്മകൾ പടർത്തി തണൽ വിരിച്ചു നിൽക്കും. TCV ന്യൂസ്, കൊടകര. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ വടക്കാഞ്ചേരി മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KA ശിവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS ഭരതരാജൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CV പൗലോസ്, PG ഉണ്ണികൃഷ്ണൻ, MS അബ്ദുൾ റസാഖ്, MR സോമനാരായണൻ, MU കബീർ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല പഞ്ചായത്തിലെ പാമ്പാടിയിൽ പുതിയ അംഗൻവാടി കെട്ടിടം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം K ബാലകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സ്മിത സുകുമാരൻ, V രാമചന്ദ്രൻ, വിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മല്ലിശ്ശേരി NSS കരയോഗം കുടുംബസംഗമം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് EK പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിന്ദു നാരായണൻ, താലൂക്ക് സെക്രട്ടറി MK പ്രസാദ്, T ഉണ്ണികൃഷ്ണൻ, PV സുധാകരൻ, അഡ്വക്കേറ്റ് C രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്ത് SC വനിതാ വ്യവസായ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. TN പ്രതാപൻ MP ആയിരിക്കെ അനുവദിച്ച 31 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NN ജോഷി, വിനീത ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന സംരംഭക സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഷീബ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MV സുചിത്ര, KP ശ്രീജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കാലങ്ങളായി നമ്മൾ ആഗ്രഹിക്കുകയാണ് തന്നെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ഓരോ പഞ്ചായത്ത് തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സമകാലീനം എഴുത്തിന്റെ മറുപുറങ്ങൾ വായനയുടെയും എന്ന പേരിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. ചേറൂർ സാഹിതിയിൽ എഴുത്തുകാരി റോസി തമ്പി ഉദ്ഘാടനം ചെയ്തു. നോവലിസ്റ്റ് സുനിത വിൽസൺ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ K ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ അബ്ദുൾ അസീസ്, സുരേന്ദ്രൻ മങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമീണ വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ശ്രീ ഗ്രാമീണ വികസന സംഘത്തിന്റെ തൃശൂർ പാലക്കൽ ശാഖ വാർഷികം കൂർക്കഞ്ചേരിയിൽ നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, വാർഡംഗം രമണി നന്ദകുമാർ, ഡോക്ടർ പ്രഭാകർ, ഗീത സജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ആളൂർ സ്വാശ്രയ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗം VFPCK പ്രോജക്ട് ഡയറക്ടർ ഷീജ മാത്യു ഉദ്ഘാടനം ചെയ്തു. സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് തോമസ് കാച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. TV അരുൺകുമാർ, KS ഹരി, അനുപമ തുടങ്ങിയവർ സംസാരിച്ചു. നവംബർ 3 മുതൽ 6 വരെ നടക്കുന്ന തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പറപ്പൂർ സെന്റ് ജോൺസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ലോഗോ പ്രകാശനം ചെയ്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ AEO PJ ബിജു ലോഗോ ഏറ്റുവാങ്ങി. ജനപ്രതിനിധികളായ ഷീന വിൽസൺ, KG പോൾസൺ, VK രഘുനാഥൻ, VP അരവിന്ദാക്ഷൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
തൃശൂർ ജില്ലാ ഗ്യാസ് ആൻഡ് പെട്രോളിയം വർക്കേഴ്സ് യൂണിയൻ CITU കുടുംബ സംഗമം നടത്തി. മരണമടഞ്ഞ ഗുരുവായൂർ ഗ്യാസ് ഏജൻസിയിലെ തൊഴിലാളി വിഷ്ണുവിന്റെ കുടുംബത്തിന് യൂണിയൻ സമാഹരിച്ച ഫണ്ട് കുടുംബത്തിന് കൈമാറി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ സെക്രട്ടറി VR മുരളി, ജില്ലാ ട്രഷറർ TR ഉദയൻ, മധു കല്ലാട്ട്, KV റീസൺ, L അനുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം പഞ്ചായത്ത് 7-ാം വാർഡിലെ കിഴക്കുംപുറം അംഗൻവാടിക്ക് പുതിയ കെട്ടിടമായി. ജില്ലാ പഞ്ചായത്തിന്റെ 18 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷയായി. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, MK പ്രേമാനന്ദൻ, പ്രിയ ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ നമ്മുടെ അംഗൻവാടിക്ക് വളരെ മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. പെരിഞ്ഞനം പഞ്ചായത്ത് വയോജന സംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുകോയത്തങ്ങൾ, ER ഷീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ്, CP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി. ടികേസ്പുരം ക്ഷേത്രത്തിന് സമീപമുള്ള പുരയിടത്തിൽ നിന്നാണ് 10 അടിയിലധികം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. ഇന്നലെ രാത്രി 10:30 മതിലിന് മുകളിലാണ് മലമ്പാമ്പിനെ നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി എത്തി മലമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,515, പവന് 92,120. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ. മണ്ണുത്തിയിൽ 75 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികളെ തിരിച്ചറിഞ്ഞതായി സൂചന. SG കോഫി ടൈംസ് പുനരാരംഭിച്ച് സുരേഷ് ഗോപി. വിവാദ പ്രജാപ്രയോഗം വിടാതെയും രാഷ്ട്രീയ പ്രതിയോഗികളെ കടന്നാക്രമിച്ചും പ്രതികരണങ്ങൾ. കോർപ്പറേഷൻ ഭരണത്തിനെതിരെ രൂക്ഷ വിമർശനം. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നാളെ നാടിന് സമർപ്പിക്കും. 10 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചത് BMBC നിലവാരത്തിൽ. വടക്കൻ കേരളത്തിലേക്കുള്ള യാത്ര സുഗമമാകും. പാലപ്പള്ളി കുണ്ടായിയിൽ പുലി ആക്രമണത്തിൽ പശു ചത്തു. 1 മാസത്തിനിടെ 4-ാം തവണയാണ് പ്രദേശത്ത് പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. കൊയ്യ 3 മുറിയിൽ 1/2 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിൽ. പിടിയിലായത് വിൽപ്പന സംഘത്തിലെ കണ്ണിയെന്ന് എക്സൈസ്. ചാവക്കാട് കടപ്പുറം അഴിമുഖത്ത് വഞ്ചിയിൽ നിന്ന് കുഴഞ്ഞ് കടലിൽ വീണ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തളിക്കുളം സ്നേഹതീരം സ്വദേശി ശിവനെയാണ് കാണാതായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.